Good morning. I am Dr. Rajina, Encare IVF Centers in the Medical Director, Nahas Hospital Director. I am here to Polycystic ovarian disease. ഇന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. പ്രത്യുൽപാദന ശേഷിയുള്ള സ്ത്രീകളിൽ ജനിതക വ്യതിയാനം വന്നിട്ടുള്ളവർക്കാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കൂടാതെ അനാരോഗ്യകരമായ ഭക്ഷണക്രമം, വ്യായാമമില്ലായ്മ, അമിതവണ്ണം ഇതൊക്കെയുള്ള ആളുകൾക്കും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കാണുന്നു. ഇനി എങ്ങനെയാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കണ്ടുപിടിക്കാൻ നോക്കുക? മാസമുറയുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം ഉള്ളിലൂടെയുള്ള സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വെജൈനൽ സ്കാനിങ്ങിൽ സാധാരണ 10-12 അണ്ടമാണ് നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് കാണാറുണ്ട്. ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ളവർക്ക് അത് 20-25 അണ്ടത്തിന് മേലെ കാണുന്നു. ഇനി നമുക്ക് പോളിസിസ്റ്റിക് ഓവറിയിലേക്ക് മെയിൻ ആയിട്ടുള്ള അതിന്റെ മാനേജ്മെന്റും ഡയഗ്നോസിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു സ്ത്രീയുടെ കാലയളവിനെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. കൗമാര പ്രായക്കാരിൽ എങ്ങനെയാണ്, പ്രത്യുൽപാദന ശേഷിയുള്ളവരിൽ എങ്ങനെയാണ്, മാസമുറ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കൗമാര പ്രായക്കാരിൽ എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. കൗമാര പ്രായക്കാരിൽ അമിതവണ്ണം, അമിത രോമ വളർച്ച എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ കാണുന്ന തരത്തിലുള്ള രോമ വളർച്ച, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കറുപ്പടയാളം, അമിത മുടികൊഴിച്ചിൽ, തെറ്റായ ആർത്തം, തെറ്റിവരുന്ന ആർത്തം, ക്രമം തെറ്റിയുള്ള ആർത്തം, അതാണ് ശരിക്കുള്ള. ഇത് സാധാരണ ഈ കണ്ടീഷൻ വേറെ 2-3 അസുഖങ്ങളിലും കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വിദഗ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. മെലിഞ്ഞ പ്രകൃതിയുള്ളവർക്കും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കാണാറുണ്ട്. ഇനി എങ്ങനെയാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഭക്ഷണം ക്രമീകരിക്കുക, വ്യായാമം ചെയ്യുക, സെഡൻഡറി ബോഡി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ TV കണ്ടുകൊണ്ടിരിക്കുക, മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക, കമ്പ്യൂട്ടറിന്റെ മുന്നിലൊക്കെ സദാസമയം ഇരിക്കുന്നതൊക്കെ നല്ല പ്രവണതയല്ല. ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൽ അരിഭക്ഷണങ്ങൾ, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഷുഗർ ഒഴിവാക്കുക, ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം ധാരാളം കുടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിനോടുള്ള ആ ഒരു ഇത് കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ നല്ല നാരുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഒന്നിച്ച് കൂടുതൽ കഴിക്കാതെ ചെറിയ ചെറിയ കാലയളവിൽ കുറേശ്ശായിട്ട് കഴിക്കുക. ഇനി നമുക്ക് ഇവർക്ക് തന്നെ ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉള്ള ആളുകൾക്ക് തന്നെ ടെൻഷനും ഡിപ്രഷനും കൂടുതലായിരിക്കും. അപ്പൊ ടെൻഷൻ വരുമ്പോൾ അവർ കൂടുതൽ ആഹാരം കഴിക്കുകയും തന്മൂലം വീണ്ടും വണ്ണം കൂടുകയും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കൂടാനുള്ള സാധ്യതയുണ്ട്. വ്യായാമം ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലാതരം വ്യായാമങ്ങളും, എയറോബിക് എക്സസൈസ്, സ്വിമ്മിങ്, പിന്നെ സുംബ ഡാൻസ്, യോഗ, ഇതൊക്കെ നന്നായിട്ട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ അമിതമായ രോമ വളർച്ചയ്ക്ക് നല്ലൊരു കോസ്മെറ്റോളജിസ്റ്റിന്റെ ചികിത്സ തേടുന്നതും നല്ലതായിരിക്കും. ഇനി ക്രമം തെറ്റി ആർത്തവം വരുന്നവര് 1.5 മാസം കൂടുമ്പോൾ ടാബ്ലറ്റ് കഴിച്ച് പീരീഡ് വരുത്തുന്നതും നല്ലതാണ്. ഇനി നമുക്ക് അല്ലാത്ത പക്ഷം ഇപ്പൊ ക്രമം തെറ്റിയിട്ടാണ് 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോഴാണ് മെൻസസ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവിയിൽ ഇവർക്ക് സ്തന സംബന്ധമായും ഗർഭപാത്ര സംബന്ധമായിട്ടുമുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് പ്രത്യുൽപാദന പീരീഡിലുള്ള ആളുകളെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാന്ന് നോക്കാം. സാധാരണയായിട്ട് അവർ വന്ധ്യതയായിട്ടാണ് വരാറ്. അപ്പൊ വന്ധ്യത വരാനുള്ള കാരണം ഇവർക്ക് അണ്ടോൽപാദനം കുറവായിരിക്കും. കൂടാതെ പുരുഷ ഹോർമോണിന്റെ ആധിക്യത്താൽ അണ്ടത്തിന് ഗുണമേന്മ കുറയും. അതും കൂടാതെ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയും ഒരു കാരണമാണ്. ഇവരുടെ ചികിത്സാ രീതി എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മൾ വെയിറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവരോട് വെയിറ്റ് കുറക്കാൻ പറയണം. ആദ്യം വെയിറ്റ് കുറക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പം ശരീരത്തിന്റെ ഒരു 5% ഭാരം കുറഞ്ഞാൽ തന്നെ ഇവർക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യത കൂടും, അണ്ടോൽപാദനം കൂടും. ഒന്നുകിൽ ഗർഭം ധരിക്കും, അല്ലെങ്കിൽ മാസമുറ തന്നെ ക്രമമായിട്ട് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പൊ നമ്മൾ അണ്ടോൽപാദനം നടത്തിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇത്തരക്കാർക്ക് നൽകാറ്. എന്താണ് അണ്ടോൽപാദനം? അണ്ടോൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അണ്ടം പൂർണ്ണ വളർച്ചയെത്തുക എന്ന് പറഞ്ഞാൽ മാസം മുറയുടെ പകുതിയാകുമ്പോൾ 22-24 വരെ മില്ലിമീറ്റർ വരെ സൈസ് എത്തിയിട്ട് അത് അണ്ടത്തിന്റെ ആവരണം കീറി പുറത്തോട്ട് വരുന്നത്, അതാണ് അണ്ടവിസർജനം. അപ്പൊ അണ്ടോൽപാദനം നടത്താത്ത പല കണ്ടീഷനും ഉണ്ട്. അതിൽ 70% പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കൊണ്ടാണ് വരുന്നത്. ഇനി ഇപ്പോൾ PCODക്ക് അതിനൂതനമായ പല ചികിത്സാ രീതികളും ഇന്ന് ലഭ്യമാണ്, പലതരത്തിലുള്ള മരുന്നുകളും ലഭ്യമാണ്. അതുകൊണ്ട് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലമാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിന് കാണാറ്. സ്ത്രീകൾ അതുകൊണ്ട് വല്ലാതെ വ്യാകുലപ്പെടേണ്ട ആവശ്യം ഇല്ല. നേരത്തെയുള്ള ചികിത്സയും ഘട്ടം ഘട്ടമായിട്ടുള്ള ചികിത്സയും ഇത്തരക്കാർക്ക് നല്ല ഗുണം ചെയ്യും. ഇനി പലപ്പോഴും പല PCODക്കാർക്കുള്ള ഒരു സംശയമാണ്, ഡോക്ടറെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും ഭക്ഷണം ക്രമീകരിക്കുകയും അതാത് സമയങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ ചികിത്സിക്കുകയും ചെയ്താൽ നമുക്ക് ഇതൊരു പരിധിവരെ മാറ്റി നിർത്താൻ പറ്റും. പൂർണ്ണമായിട്ടും PCOD ഒഴിവാക്കാൻ പറ്റില്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോ നമ്മള് മാസമുറ നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാസമുറ നിന്ന് കഴിഞ്ഞാൽ പ്രമേഹം വരാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനും പിന്നെ ഗർഭപാത്ര സംബന്ധമായും സ്ഥല സംബന്ധമായിട്ടുമുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഗർഭിണികൾക്ക് എന്താണ് നോക്കാം. ഗർഭാവസ്ഥയിൽ PCOD ഉള്ളവർ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്, നേരത്തെ പ്രസവിക്കാനുള്ള സാധ്യത കൂടുതലാണ്, 5 മാസം കഴിഞ്ഞാൽ പ്രമേഹം പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നന്ദി.